എടാ പ്ലസ് ടുവിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ടോപ്പിക് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യല്ല, ഞാൻ ആ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ഓണപരീക്ഷയ്ക്ക് ആ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ തരം ക്വസ്റ്റ്യനും, നിങ്ങൾക്ക് അവിടെ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് അതിന്റെ കൺസെപ്റ്റ് എന്താന്ന് കൂടി നമ്മൾ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ ഇന്ന് കൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് നമ്മുടെ 2024 ഒരു സേ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി എന്താന്ന് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് f of x equal to 3x plus 2 that is x belongs to R is a continuous function. അതായത് ഈ തന്ന ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിൽ വേറെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, ഒരു പോയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ തന്നു, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കുക, നമ്മൾ ഈ കണ്ടിന്യൂറ്റി പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് പോളിനോമിയൽ ഫംഗ്ഷനുകളൊക്കെ കണ്ടിന്യൂസ് ആണ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളൊക്കെ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പോ ഇവിടെ തന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ ഉറപ്പായിട്ടും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. നിങ്ങൾ ആ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്റർ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെന്ന്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യണം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. മക്കളെ നോക്കുക, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു പെർട്ടിക്കുലർ ഒരു പോയിന്റിലല്ല പറയുന്നത്. ഇവിടെ ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട്, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x equal to 3x plus 2 എന്ന് പറയുന്ന ഒരു രീതിയിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം വേറൊരു ഫംഗ്ഷൻ, തൊട്ട് മുമ്പ് വേറൊരു ഫംഗ്ഷൻ എന്നൊന്നല്ല, ഒരൊറ്റ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ f of x equal to എന്താണ്, 3x plus 2 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നതാണ്, അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഒരു പോയിന്റ്. ഓക്കെ, ആ പോയിന്റിനെ ഞാൻ സി എന്ന് വിളിക്കുകയാണ്. f of x എന്ന് പറയുന്നത് f of സിക്ക് ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ട കണ്ടീഷൻ ഇതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി f of x that is equal to f of c ആയിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുമ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ രണ്ട് സൈഡ് ഉണ്ട്, ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കണ്ടുപിടിച്ചിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഓർത്ത് വെക്കുക, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്, അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. നമ്മൾ ശരിക്കും പറയാതാണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ ഇതിന്റെ വാല്യൂ ആ f of സിക്ക് ഈക്വൽ ആവുകയും വേണം. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ രണ്ട് സൈഡും, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ഞാൻ ആദ്യം ലിമിറ്റ് കാണുകയാണ്. ഇവിടെ അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റ്, ആ സി എന്ന് പറയുന്നത് റിയൽ നമ്പറിലെ ഏത് വേണമെങ്കിലും ആവാം, ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം, ഏതോ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ആണ് സി. ഓക്കെ, അപ്പൊ അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് ഞാൻ കോമൺ ആയിട്ട് പറയാണ്. അറ്റ് എക്സ് ഈക്വൽ ടു സി ലിമിറ്റ് എന്തായിരിക്കും ഉണ്ടാവുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി f of x, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി f of x ഈക്വൽ ടു, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ f of x എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 3x plus 2 ആണ്. ആ f of x ന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3x plus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ ഉണ്ടാവുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി f of x ന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക, 3x plus 2 എന്നിട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? f of x ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, 3x plus 2. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ ലിമിറ്റ് പറയാണ് എക്സിന്റെ വാല്യൂ സിയിലേക്ക് അടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക, സി ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ വരിക, നമ്മുടെ ലിമിറ്റ് വാല്യൂ എന്തായിരിക്കും ഉണ്ടാവുക, 3 into എക്സിന്റെ സ്ഥാനത്ത് സി പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3c പ്ലസ് 2 എന്നാണ് ലിമിറ്റിന്റെ വാല്യൂ വരിക. ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മൾ ആദ്യം ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റില് കണ്ടീഷൻ അതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി f of x. ഇവിടെ f of x എന്ന് പറഞ്ഞ ആരാണ്, 3x plus 2 ആണ്. ഞാൻ f of x ന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എക്സ് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സി ഇട്ട് കൊടുക്കാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ 3 into c plus 2 that is 3c plus 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ കാണുന്നത് എന്താ വെച്ചാൽ f of c ആണ്. എന്താ കാണേണ്ടത്, f of c ആണ്. എന്താ f of c എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ f of x തന്നിട്ടുണ്ട്, ആരാണ്, 3x plus 2. അപ്പൊ f of c എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ
എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 3x. അപ്പൊ ഇവിടെ എഫ് ഓഫ് സി ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? 3 into c plus 2 തന്നെയാണ് ഉണ്ടാവുക. ക്ലിയർ? അപ്പൊ എന്താ വരിക? 3c plus 2 എന്ന ആൻസർ വരും. 3c plus 2 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ലിമിറ്റ് കണ്ടപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസർ 3c plus 2 ആണ്. അതേപോലെ എഫ് ഓഫ് സി കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്താണ്? 3c plus 2 തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് സി ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അല്ലെ? ഈ എഫ് ഓഫ് എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലെ? ഈ എഫ് ഓഫ് എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ് ഫോർ എവരി അല്ലെ? ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ അല്ലെ? ഏത് എക്സിന് നമ്മൾ ഏത് റിയൽ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കണ്ടീഷനിൽ ഈ പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോ നോർമൽ ആയിട്ട് നിങ്ങൾക്ക് വേറെ പെർട്ടിക്കുലർ പോയിന്റ് ഒന്നും തരാതെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക, ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ലിമിറ്റ് കാണുക, അതേപോലെ ഫംഗ്ഷന്റെ വാല്യൂ കാണുക. രണ്ടിന്റെ വാല്യൂ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഈ കണ്ടിന്യൂസ് ആവുക എന്ന് കാണിക്കാനുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി? ഇനി നമുക്ക് രണ്ടാമത് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഈ ഫംഗ്ഷൻ അല്ലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ പോയിന്റിൽ അല്ലെ 0 കഴിഞ്ഞ് 0നേക്കാൾ വലിയ വാല്യൂ വരുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എക്സ് ആണ്. ഓക്കെ, അതേപോലെ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന സ്ഥലത്ത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. മക്കളെ ഇത് നോക്കുക, ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം അല്ലെ? ഒരു പെർട്ടിക്കുലർ പോയിന്റ് അല്ലെ? ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ഞാനിപ്പോ ഇങ്ങനെ പറയാണ്, ഇവിടെ ഒരു ലൈനാണ്, അവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട് 0. ഓക്കെ, ഇവിടെ രണ്ട് കണ്ടീഷനാണ്, ലെഫ്റ്റ് സൈഡും ഉണ്ട്, അതേപോലെ എന്താണ്? റൈറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, ഈ 0നെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെയാണല്ലോ വരിക. ഓക്കെ, ഈ സൈഡില് ഫംഗ്ഷൻ എന്തായിരിക്കും? നോക്കിയേ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ന്റെ നേരെ വരുന്ന ഫംഗ്ഷൻ ഏതാണ്? എക്സ് ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ഫംഗ്ഷൻ എന്തായിരിക്കും ഉണ്ടാവുക? എക്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എക്സ് ആണ്. അതേപോലെ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന സ്ഥലത്ത് ഫംഗ്ഷൻ ആരാണ്? എക്സ് സ്ക്വയർ ആണ്. ക്ലിയർ? അപ്പൊ നോക്കുക, 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ക്ലിയർ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ന്റെ സൈഡിൽ എക്സ് എന്നും എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന സൈഡിൽ എക്സ് സ്ക്വയർ എന്നാണ് ഉള്ളത്. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നോക്കിയേ, നിങ്ങൾ നോക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു പോളിനോമിയൽ ഫംഗ്ഷനുകളൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷനുകളൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ അവിടെ നോക്കിയേ, എന്താ ഈ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എക്സ് എന്ന് എഴുതിയാൽ അതെന്താണ്? ഒരു പോളിനോമിയൽ ആണ്. നിങ്ങൾക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 2x അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് 2x എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 2x എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. ക്ലിയർ? അപ്പൊ ഇവിടെ എഴുതിയ എക്സ് സ്ക്വയറും ഈ എക്സും ഒക്കെ എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷനുകളാണ്. അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ മക്കളെ നോക്കിയേ, 0 എന്ന് പറയുന്ന ഈ സൈഡില് 0 കഴിഞ്ഞിട്ടുള്ള ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഈ സൈഡ് കംപ്ലീറ്റ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ലെസ് ദാൻ 0 എന്ന് പറയുന്ന ഇവിടെ കംപ്ലീറ്റ് എന്താണ്? ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. കാരണം എന്താ? അത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ എവിടെയാണ് നമുക്ക് ഈ കണ്ടിന്യൂറ്റി ശരിക്കും ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറ്റ് എക്സ് ഈക്വൽ ടു 0. നോക്കിയേ, ആ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റില് നോക്കിയേ ഫംഗ്ഷൻ മാറുന്നുണ്ട്. ശരിയല്ലേ? ഒരു സൈഡില് എക്സ് സ്ക്വയർ ആണ്, മറ്റേ സൈഡിൽ എന്താണ്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 0 എന്ന് പറയുന്ന പോയിന്റിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം എന്താ? അവിടെ ഒരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ട് അല്ലെ? ഫംഗ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? മാറുന്നുണ്ട്. അപ്പൊ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ക്ലിയർ? ഇത്തരം കണ്ടീഷനിലാണ്, ഇതേപോലെ ഒരു ബ്രേക്കിംഗ് വരുന്ന സമയത്താണ് നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL എന്നും RHL എന്നും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ടത്.
ഓക്കെ, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ നമ്മൾ LHL RHL ഒന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ, ഒരൊറ്റ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താ കേസ്, ഇവിടെ ഫംഗ്ഷൻ ഒരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ട് അല്ലെ, ഒരു പോയിന്റിൽ എന്താണ് അപ്പുറത്തും ഇപ്പുറത്തും എന്താണ് രണ്ട് ഫംഗ്ഷനുകളാണ് ഉള്ളത്. അതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കേസ്. ഒരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്ത് കണ്ടുപിടിക്കണം, നിങ്ങൾ LHL ഉം RHL ഉം കണ്ടുപിടിക്കണം. ക്ലിയർ? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം അറ്റ് x ഈക്വൽ ടു 0. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, ഇവിടെ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്ന കേസ് ഇതാണ്, അറ്റ് x ഈക്വൽ ടു 0. അറ്റ് x ഈക്വൽ ടു 0 ഞാൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാണ്. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ലേ, x ലെസ് ദാൻ 0 x ഗ്രേറ്റർ ദാൻ 0 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ് x ഈക്വൽ ടു 0 ഞാൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാണ്. മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക, അറ്റ് x ഈക്വൽ ടു 0 ഇവിടെ നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. എന്താ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറിയാത്ത ആളുകൾ ശ്രദ്ധിച്ചോ, ലിമിറ്റ് x ടെൻസ് ടു, ഇവിടുത്തെ പോയിന്റ് ഏതാണ്, x ഈക്വൽ ടു 0 നമ്മൾ ചെക്ക് ചെയ്യുന്നത്, 0 മൈനസ് f ഓഫ് x. എന്താണ് ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f ഓഫ് x. എന്താ ഈ മൈനസ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഇത് ഒരിക്കലും ഈ 0 മൈനസ് ആണ് എന്നല്ല കാണിക്കുന്നത്. എന്താ കാണിക്കുന്നത്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് അല്ലെ, 0നേക്കാൾ കുറവ് വരുന്ന ഭാഗം ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇവിടെയാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, 0നേക്കാൾ വാല്യൂ കുറഞ്ഞ ഭാഗത്ത് എന്നുള്ള മീനിങ് മാത്രമാണ് നമുക്ക് ഈ 0 മൈനസ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഏത് f ഓഫ് x നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. ഇവിടെ രണ്ട് f ഓഫ് x ഉണ്ടല്ലോ, രണ്ട് ഫംഗ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഏതാണ് ഈ f ഓഫ് x സ്ഥാനത്ത് യൂസ് ചെയ്യേണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 0 മൈനസ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അത് LHL ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 0 മൈനസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ f ഓഫ് x സ്ഥാനത്ത് ആരാണോ ഫംഗ്ഷൻ അത് എടുത്ത് എഴുതണം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, LHL ആണെങ്കിൽ x ലെസ് ദാൻ 0 എന്ന് പറയുന്നതിന്റെ നേരെ വരുന്ന ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷൻ ആണ് നിങ്ങൾ f ഓഫ് x ഇട്ട് കൊടുക്കേണ്ടത്. ഒന്നുകൂടി പറയാം, x ലെസ് ദാൻ, എന്താ ഈ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ കണ്ടോ വായ അടഞ്ഞിരിക്കുന്ന ഭാഗം, എക്സിന്റെ അടുത്തേക്കാണ് വായ അടഞ്ഞിരിക്കുന്നത്. ഇത് വായിക്കണ്ട, x ലെസ് ദാൻ 0 എന്നാണ് വായിക്കുക. x ലെസ് ദാൻ 0 എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഏതാണോ ഫംഗ്ഷൻ വരുന്നത് ആ ഫംഗ്ഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, f ഓഫ് x സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കോ, അപ്പൊ ഞാൻ എന്താ ഇവിടെ ഇട്ട് കൊടുക്കുക, ഇവിടെ ആരായിരിക്കും ഉണ്ടാവുക, ലിമിറ്റ് x ടെൻസ് ടു 0. ഇവിടെ നിങ്ങൾ ഒരിക്കലും മൈനസ് ഇടേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ f ഓഫ് x ആരാന്ന് നമ്മൾ കണ്ടുപിടിച്ചു. x ലെസ് ദാൻ വരുന്ന ഇവിടെയാണ്, അതിന് നേരെ വരുന്ന ആള് x² ആണ്. ഇവിടെ f ഓഫ് x സ്ഥാനം ഞാൻ എന്തിട്ട് കൊടുക്കും, x² എന്നിട്ട് കൊടുക്കും. ക്ലിയർ ആണല്ലോ? അപ്പോ f ഓഫ് x ആരാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, LHL ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് ഇടുന്നത്. ഇവിടെ നമ്മൾ ആ മൈനസ് ഇവിടെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? റെഡി? ഇനി എന്താ ചെയ്യാ, ഇനി ലിമിറ്റ് ആണ്, നമുക്കറിയാം x² ആണ്. ഇവിടെ എക്സിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്, 0 ആണ്. ഒന്നുമില്ല, നിങ്ങൾ x കാണുന്ന സ്ഥലത്ത് 0 കൊടുത്താൽ എന്താ സംഭവിക്കുക, 0² ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്ടാവും, 0 എന്നുണ്ടാവും. ക്ലിയർ? അപ്പൊ LHL നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, RHL അല്ലെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. RHL മക്കളെ നിങ്ങൾക്കറിയാം, ലിമിറ്റ് x ടെൻസ് ടു 0, ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കണം, പ്ലസ്. RHL ആണെങ്കിൽ പ്ലസ് ഇടണം. ഓക്കെ, f ഓഫ് x, ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, f ഓഫ് x ആരാന്നാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, RHL ആണെന്നുണ്ടെങ്കിൽ x ഗ്രേറ്റർ ദാൻ എവിടെയാണോ വരുന്നത് ആ ആളെയാണ് നമ്മൾ f ഓഫ് x സ്ഥാനത്ത് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ f ഓഫ് x സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കും, ലിമിറ്റ് x ടെൻസ് ടു 0. f ഓഫ് x സ്ഥാനത്ത് ആരാണ്, x ആണുള്ളത്. ഓക്കെ, ഇനി നോക്കിക്കോ, x 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉത്തരം വരിക, x ഈക്വൽ ടു x സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. ഉത്തരം എന്താ വരിക, 0 എന്നാണ് വരിക. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. മക്കളെ ഓർത്ത് വെക്കുക, +1 നമ്മൾ പഠിച്ചാണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ LHL ഉം RHL ഉം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. മക്കളെ നോക്കിയേ, LHL അതേപോലെ തന്നെ RHL ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ നോക്കിയടാ, LHL എനിക്ക് കിട്ടിയത് 0 ആണ്, RHL എനിക്ക് കിട്ടിയത് തന്നെയാണ് 0 ആണ്. അപ്പൊ LHL ഈക്വൽ ടു RHL ആണല്ലോ. അപ്പൊ എനിക്ക് എന്ത് പറയാം, LHL ഈക്വൽ ടു എന്താണ്, RHL ആണ്. LHL ഈക്വൽ ടു എന്താണ്, RHL ആണ്.
അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, ലിമിറ്റ് എക്സിസ്റ്റ് അല്ലെ. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മക്കളെ നോക്കുക, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റിന്റെ വാല്യൂ നമ്മൾ എഴുതണം. ഓക്കെ, ഇവിടെ നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. LHL ഉം RHL ഉം കണ്ടുപിടിച്ചു. അതിന്റെ രണ്ടിന്റെയും വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്, 0 ആണ് കിട്ടിയത്. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് പറയാം, LHL ഈസ് ഈക്വൽ ടു RHL ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു പറയാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിന്റെ വാല്യൂ ഏതാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ, LHL ന്റെ RHL ന്റെ വാല്യൂ 0 അല്ലേ. അപ്പൊ നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പൊ ലിമിറ്റിന്റെ സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ അല്ലെ, ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് നോക്കണം. ഓക്കെ, അപ്പോ ചില കുട്ടികൾക്ക് ഡൗട്ട് വരും. മക്കളെ നോക്കിയേ, ഇവിടെ രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് നോക്കിയേ, ആ ഫംഗ്ഷൻ എക്സ് ആണ്. എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന സമയത്ത് ഫംഗ്ഷൻ ആരാണ്, എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇവിടെ ഫംഗ്ഷൻ എടുക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫ് ഓഫ് എക്സ് ആക്കി എടുക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ നോക്കുക, എവിടെയാണോ ഈ ഈക്വൽ വരുന്നത്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ഈക്വൽ ടു എവിടെയാണോ വരുന്നത് അതിന് നേരെ കാണിച്ചിരിക്കുന്ന ഫംഗ്ഷനെയാണ് നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻ ആക്കി എടുക്കേണ്ടത്. എഫ് ഓഫ് എക്സ് കാണുമ്പോൾ നിങ്ങൾ അവിടെ എഫ് ഓഫ് എക്സ് ആക്കി എടുക്കേണ്ടത് ആരെയാണ്, എവിടെയാണോ ഈക്വൽ വരുന്നത് അതിന് നേരെ വരുന്ന ആളെയാണ് നിങ്ങൾ എക്സ് ആക്കി എടുക്കേണ്ടത്. ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതിന് നമ്മൾ എഫ് ഓഫ് എക്സ് ആക്കി എടുക്കും, ഏതാ എടുക്കേണ്ടത്, എക്സ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ സപ്പോസ് ഇവിടെയാണ് ഈ ഈക്വൽ വരുന്നതെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എടുക്കേണ്ട ആരെയാണ്, എക്സ് സ്ക്വയറിനെയാണ്. ഓക്കെ, അപ്പൊ എന്റെ ഇവിടെ എഫ് ഓഫ് എക്സ് ആരായിരിക്കും, എക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എക്സ് ആണ്. എനിക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് അല്ല കാണേണ്ടത്, എനിക്ക് എഫ് ഓഫ് 0 ആണ് കാണേണ്ടത്. എനിക്ക് എന്താ കാണേണ്ടത്, എഫ് ഓഫ് 0. കാരണം എന്താ, ഞാൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. ക്ലിയർ? അപ്പൊ എഫ് ഓഫ് 0 എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ, മക്കളെ പറ, എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് 0ന്റെ വാല്യൂ എന്തായിരിക്കും ഉണ്ടാവുക, 0 ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എക്സ് ആണെങ്കിൽ ഉത്തരവും എക്സ്, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 0 തന്നെയാണ് ഉത്തരം വരിക. ഇപ്പൊ നോക്കിയടാ, ലിമിറ്റിന്റെ വാല്യൂ 0, എഫ് ഓഫ് 0ന്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് 0 അല്ലെ. എഫ് ഓഫ് 0ന്റെ വാല്യൂ 0 ആണ്, ലിമിറ്റിന്റെ വാല്യൂ എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ പഠിച്ചു അല്ലെ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഫംഗ്ഷൻ അല്ലെ ആ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കണം, ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് 0 ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതുകൊണ്ട് അല്ലെ ഒരു 3 കുത്ത്, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് continuous അല്ലെ, എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ക്ലിയർ? എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ കംപ്ലീറ്റ് ചെയ്താ, ഇവിടെയും കണ്ടിന്യൂസ് ആണ്, ഇവിടെയും കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഡൗട്ട് ഉള്ള 0യിലും ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ ഈ തരത്തിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 2 തരം അല്ലെ, 2 ഫംഗ്ഷൻ ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ, ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേപോലെ തന്നെ 2 രീതിയിൽ തന്നിട്ടുള്ള ഒരു ബ്രേക്ക് സംഭവിക്കുന്ന, ഒരു പോയിന്റിൽ ബ്രേക്ക് സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. മക്കളെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഒന്നാമത്തെ കേസ് ഇതാണ്, 3x + 1 when x less than or equal to 3. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. രണ്ടാമത് വേറൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3 അല്ലെ. എക്സ് ഗ്രേറ്റർ ദാൻ 3 ഫംഗ്ഷൻ ആരാണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇങ്ങനെ ലൈൻ നോക്കുകയാണെങ്കിൽ ഇപ്പുറം വേറൊരു ഫംഗ്ഷൻ, ഇപ്പുറം വേറൊരു ഫംഗ്ഷൻ അല്ലെ. ലെസ് ദാൻ വരുമ്പോ ഇവിടെ 3x + 1 ആണ് ഫംഗ്ഷൻ, ഗ്രേറ്റർ ദാൻ വരുമ്പോ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എവിടെയാ സംശയം വരിക,
അറ്റ് എക്സ് ഈക്വൽ ടു 3 അല്ലെ, അതിന്റെ ഇപ്പുറവും അല്ലെ, ഞാൻ പറഞ്ഞ ഈ സൈഡും രണ്ടാളും പോളിനോമിയലുകളാണ്. അപ്പൊ ഉറപ്പായിട്ടും അവിടെ രണ്ട് സ്ഥലത്ത് എന്തായിരിക്കും, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ എവിടെ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ, അറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ക്ലിയർ ആണോടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാണ്. ഓക്കെ, തുക ആദ്യം ചെയ്യണം. ഞാൻ പറയാണ് അറ്റ് എക്സ് ഈക്വൽ ടു 3 അല്ലെ, ഇവിടെയാണ് ഞാൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ലിമിറ്റ് കാണാം. ലിമിറ്റ് കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം, എൽ എച്ച് എൽ കാണണം. ഓക്കെ, എൽ എച്ച് എൽ കാണാം. എൽ എച്ച് എൽ അല്ലെ, എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ്, പറഞ്ഞു പോരുത്, 3 മൈനസ് എഫ് ഓഫ് എക്സ്. ഇനി മക്കളെ പറഞ്ഞോ, എൽ എച്ച് എൽ ആണ്, മൈനസ് ആണ് അല്ലെ. എൽ എച്ച് എൽ ആണെന്നുണ്ടെങ്കിൽ എവിടെയുള്ള ഫംഗ്ഷൻ നമ്മൾ എടുക്കേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് ലെസ് ദാൻ വരുന്നത് എവിടെയാണോ അതിന് നേരെ കാണിച്ചിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അതാണ് നമ്മൾ എഫ് ഓഫ് എക്സിന് പകരം ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എന്താ ഇട്ട് കൊടുക്കുക, നിങ്ങൾ പറഞ്ഞോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. ഇവിടെ പിന്നെ മൈനസ് ഇടേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് ആരാണ് ഞാൻ കണ്ടുപിടിച്ചു. എഫ് ഓഫ് എക്സ് ആരാണ്, 3x + 1 ആണ്. എൽ എച്ച് എൽ എക്സ് ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുന്ന ഫംഗ്ഷൻ ആരാണ്, 3x + 1 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്, എക്സ് കാണുന്ന സ്ഥലത്ത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. എക്സ് കാണുന്ന സ്ഥലത്ത് 3 ഇട്ട് കൊടുക്കുക. 3 × 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും നമ്മുടെ എൽ എച്ച് എല്ലിന്റെ വാല്യൂ. ക്ലിയർ? എൽ എച്ച് എല്ലിന്റെ വാല്യൂ എന്താണ്, 10 ആണ്. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ആർ എച്ച് എൽ കാണാണ്. ആർ എച്ച് എൽ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 + എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 + എഫ് ഓഫ് എക്സ്. മക്കളെ പറഞ്ഞോ, ഇനി എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, ആരാ എഫ് ഓഫ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ എവിടെയാണോ വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളെ നമ്മൾ എന്താക്കി എടുക്കണം, എഫ് ഓഫ് എക്സ് ആക്കി എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, x² + 1 കൊടുക്കുക, x² + 1. ഇനി എക്സ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സ് കാണുന്നിടത്തിൽ നമുക്ക് എന്തിടാം, 3 ഇടാം. അപ്പൊ എന്താ വരിക, 3² + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, 9 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും, 10 തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എൽ എച്ച് എല്ലിന്റെയും ആർ എച്ച് എല്ലിന്റെയും വാല്യൂ നമുക്ക് എന്താണ്, 10 തന്നെയാണ് കിട്ടിയത്. എൽ എച്ച് എല്ലും 10 ആണ്, അതേപോലെ തന്നെ എന്താണ് ആർ എച്ച് എല്ലും നമുക്ക് തന്നെയാണ് കിട്ടിയത്, 10 തന്നെയാണ് കിട്ടിയത്. ചില മക്കള് ഈ എൽ എച്ച് എൽ എന്ന് പറയുന്നത് ആദ്യം എഴുതുന്ന ഫംഗ്ഷൻ ഇവിടെ കൊണ്ടുവച്ചിടും, രണ്ടാമത് എഴുതുന്ന ഫംഗ്ഷൻ ആർ എച്ച് എല്ലിൽ കൊണ്ടുവച്ചിടും. അങ്ങനെയല്ല കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, എക്സ് ലെസ് ദാൻ വരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളെ എൽ എച്ച് എല്ലിലെ എഫ് ഓഫ് എക്സ് ആക്കി എഴുതണം. എക്സ് ഗ്രേറ്റർ ദാൻ വരുന്ന സമയത്ത് വരുന്ന എഫ് ഓഫ് എക്സിനെ ആർ എച്ച് എല്ലിന്റെ എഫ് ഓഫ് എക്സ് ആക്കി എഴുതണം. അത് ഓർത്ത് വെക്കുക. ക്ലിയർ? ഒരിക്കലും എന്തല്ല, ആദ്യം പറയുന്ന ആള് എൽ എച്ച് എല്ലും രണ്ടാമത് പറയുന്ന ആള് ആർ എച്ച് എല്ലും അല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആദ്യം തരുന്ന കേസ് എന്തായിരിക്കും, ഇപ്പൊ ഇവിടെ തരുന്ന കേസ് ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ് തരികയാണെങ്കിലോ ഇവരെ നമ്മൾ എന്തെടുക്കണം, ആർ എച്ച് എല്ലിലാണ് എഫ് ഓഫ് എക്സ് ആക്കി എടുക്കേണ്ടത്. ഇവിടെ എക്സ് ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ ആയിട്ടാണ് തരുന്നെങ്കിലോ ഇവിടെ വരുന്ന ആളെയാണ് നമ്മൾ എന്താക്കി എടുക്കേണ്ടത്, എൽ എച്ച് എൽ ആക്കി എടുക്കേണ്ടത്. അത് നിങ്ങൾ മറന്നു പോവാതെ ഇരിക്കാം. എക്സ് ലെസ് ദാൻ വരുമ്പോൾ അത് എൽ എച്ച് എല്ലിലെ എഫ് ഓഫ് എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ വരുമ്പോൾ അത് ആർ എച്ച് എല്ലിലെ എഫ് ഓഫ് എക്സ് ആണ്. ക്ലിയർ ആണല്ലോ? വീണ്ടും നമുക്ക് എന്ത് പറയാം, എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു എന്താണ്, എൽ എച്ച് എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എൽ ആണ്. എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു എന്താണ്, ആർ എച്ച് എൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഇംപ്ലൈസ് ലിമിറ്റ് എക്സിസ്റ്റ് അല്ലെ. ഇവിടെ എന്താണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എൽ എച്ച് എല്ലിന്റെയും ആർ എച്ച് എല്ലിന്റെയും വാല്യൂ 10 ആണ്. അതുകൊണ്ട് എന്റെ ലിമിറ്റിന്റെ വാല്യൂ എന്താണ്, 10 ആണ്. ക്ലിയർ? അടുത്ത സ്റ്റെപ്പ് എന്താണ്, എനിക്ക് എഫ് ഓഫ് എക്സ് ആരാന്ന് എഴുതണം. ആരാ എന്റെ എഫ് ഓഫ് എക്സ്, ഞാൻ ഇതിൽ ആരെയാണ് എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക. മക്കളെ നോക്കുക, എവിടെയാണോ ഈക്വൽ വരുന്നത്, എവിടെയാണോ ഈക്വൽ വരുന്നത് അതിന് നേരെ വരുന്ന ആളെയാണ് ഞാൻ എന്താക്കി എടുക്കുക, എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈക്വൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറയുന്ന ആരാണ്, 3x + 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ആരിട്ട് കൊടുക്കും, 3x + 1 ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ 3x + 1 ആണ് ആര്, എന്റെ എഫ് ഓഫ് എക്സ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ കാണേണ്ടത് എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് 3 ആണ്. എക്സിന്റെ വാല്യൂ 3 വരുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ വരിക, 3 × എക്സ് ആരാണ്, 3 ആണ്, +1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും, 10 ഉണ്ടാവും. ക്ലിയർ ആണോ? ഇപ്പൊ നോക്കിയേ,
ലിമിറ്റിന്റെ വാല്യൂ 10 ആണ്, ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് x = 3 എന്താണ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലെ? ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ലിമിറ്റ് x → 3 f of x = f of 3. അതുകൊണ്ട് f of x is continuous. f of x is continuous at x = 3. ഓക്കേടാ? 3 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതേപോലെ ഉറപ്പായിട്ടും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. എടാ, ഈ ക്വസ്റ്റ്യനിൽ സപ്പോസ് വിചാരിക്കാം ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് 10 കിട്ടി, ഇതിന്റെ വാല്യൂ വേറെ ഒരു 4 കിട്ടിയെന്ന് വിചാരിക്കാം, വേറെ എന്തെങ്കിലും വാല്യൂ 10 അല്ലാത്തൊരു വാല്യൂ ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. കാരണം എന്താ? ഇവിടെ LHL-ഉം RHL-ഉം ഈക്വൽ ആയിരിക്കില്ല. LHL-ഉം RHL-ഉം എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കില്ല. അന്നേരം നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. LHL-ഉം RHL-ഉം ഈക്വൽ അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമോ? ഇല്ല. നമ്മൾ പറഞ്ഞ 2 കണ്ടീഷൻ ഇതാണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം, അത് രണ്ടും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെ, ഇപ്പൊ പറഞ്ഞാൽ LHL-ഉം RHL-ഉം ഈക്വൽ അല്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് പറയണം? LHL not equal to RHL, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയണം. ഓക്കെ, അത് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിർത്താം. എന്ത് പറയാം? അതുകൊണ്ട് f of x is not continuous എന്ന് പറയാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ f of x ഒരിക്കലും എന്തായിരിക്കില്ല? കണ്ടിന്യൂസ് ആവില്ല. വേറൊരു കേസ്, LHL-ഉം RHL-ഉം കണ്ടുപിടിച്ചു, രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, LHL = RHL, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂ ഞാൻ എഴുതി. ഇനി f of x ചെയ്തപ്പോ എനിക്ക് ഇവിടെ 10 അല്ല കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, f of x ചെയ്തപ്പോ എനിക്ക് ഇവിടെ വേറൊരു 12 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പൊ നോക്കിയേ, ഈ ലിമിറ്റിന്റെ വാല്യൂം f of x-ന്റെ വാല്യൂം ഈക്വൽ ആണോ? അല്ല. ഇവിടെ ഈക്വൽ അല്ലാതെ വന്നാൽ അന്നേരം എനിക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. ഓക്കെ, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ആള് തന്നെ തരണമെന്നില്ല. ചെക്ക് ദ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടാണ് തരിക, അല്ലാണ്ട് ഇത് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ അവിടെ നിങ്ങൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കാം. അപ്പൊ ഈക്വൽ അല്ലാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ കണ്ടുപിടിച്ച LHL-ഉം RHL-ഉം വാല്യൂസിൽ എന്തെങ്കിലും തെറ്റ്, നിങ്ങൾ കാൽക്കുലേഷനിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ക്ലിയർ? ഇനി എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ പോലെ ഉണ്ടാവും. ക്ലിയർ? റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ഫംഗ്ഷൻ വരുന്ന രീതിയിലുള്ള x = 2 എന്ന് പറയുന്ന കണ്ടീഷനിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f of x = x² + 3 x <= 2. അതേപോലെ തന്നെ x² - 3 x > 2. ക്ലിയർ? ഒന്ന് നോക്കാനോ വേഗം ചെയ്യാനോ മക്കളെ? കൂടെ ചെയ്തോ. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? അറ്റ് x = 2 അല്ലെ? ഞാൻ LHL കണ്ടുപിടിക്കാണ്. ലിമിറ്റ് x → 2 - f of x അല്ലെ? റെഡി? അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ലിമിറ്റ് x → 2 f of x ന്റെ സ്ഥാനത്ത് x <. മക്കളെ നോക്കിയേ, x <. ഇവിടെയാ വരുന്നത് അല്ലെ? അതിന് നേരെ വരുന്ന ഫംഗ്ഷൻ ആരാണ്? x² + 3 ആണ്. ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കും x² + 3. ഓക്കെ, x-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ വരിക? 2² + 3. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 + 3 = എത്ര ഉണ്ടാവും? 7 ഉണ്ടാവും. LHL-ന്റെ വാല്യൂ 7. ഓക്കെ, RHL വീണ്ടും RHL മക്കളെ പറഞ്ഞു, RHL = ലിമിറ്റ് x → 2 + f of x അല്ലെ? = ലിമിറ്റ് x → 2. ആരെ ഫംഗ്ഷൻ ആക്കി എടുക്കേണ്ടത്? x > എവിടെയാണോ വരുന്നത് അതിന്റെ ഫംഗ്ഷൻ ആരായിരിക്കും? x² - 3. ഇവിടെ ഇട്ട് കൊടുക്കുക x² - 3. അങ്ങനെയാണെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇട്ട് കൊടുക്കുക. 2² - 3. 2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 4 - 3 = എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും. നോക്കിയടാ, LHL-ന്റെ വാല്യൂ 7. RHL നോക്കിയടാ 1. LHL RHL ഈക്വൽ ആണോ? LHL RHL ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് പറയാം? LHL not equal to RHL. LHL-ഉം RHL-ഉം എന്തല്ല? ഈക്വൽ അല്ല. LHL-ഉം RHL-ഉം ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് ഇവിടെ എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമോ? അപ്പൊ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് f of x is not continuous.
അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ. എപ്പോഴും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നില്ല. ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നില്ല. അവിടെ LHL RHL വാല്യൂ ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. LHL RHL വാല്യൂ ഈക്വൽ ആയി അത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഈക്വൽ അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇതേപോലെ തന്നെ അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾക്ക് അധികം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഈ ഒരു ടൈപ്പ് ആണ്. ഓക്കെ, 3 എണ്ണം വരുന്നത്, അഥവാ 2 ബ്രേക്കിംഗ് പോയിന്റ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പൊ നോക്കിയ അതേ ഒരു ഗൗരവത്തോടു കൂടി നിങ്ങൾ ഈ ക്വസ്റ്റ്യനെയും കൂടി നോക്കുക. മക്കളെ നോക്കുക, ക്വസ്റ്റ്യൻ വായിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇതാണ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3. എന്താണ് മോഡ് എക്സ് പ്ലസ് 3? കണ്ടീഷൻ ഇതാണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഓക്കെ, എക്സിന്റെ വാല്യൂ -3നേക്കാളും കുറവ് അല്ലെങ്കിൽ -3നോട് ഈക്വൽ ആവുമ്പോൾ നമുക്ക് എടുക്കേണ്ട ഫംഗ്ഷൻ ആരാണ്, മോഡ് എക്സ് പ്ലസ് 3 ആണ്. രണ്ടാമത്തെ കേസ്, എക്സിന്റെ വാല്യൂ -3നേക്കാൾ കൂടുമ്പോൾ, ഇവിടെ ശ്രദ്ധിക്കുക, ഡൗട്ട് വരും, ഇവനാണ് എക്സ് കേട്ടോ. ഒരിക്കലും ഇവിടെ ലെസ് ദാൻ എന്നല്ല ഇത് വായിക്കേണ്ടത് അല്ലെ. ഇവിടെ എക്സ് ആണ് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ നമ്മൾ നോക്കേണ്ടത് അല്ലെ. ഇവിടെ എക്സ് ലെസ് ദാൻ ആവുമ്പോ ഫംഗ്ഷൻ മോഡ് എക്സ് പ്ലസ് 3. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സ് നടുക്കല്ലടാനുള്ളത്, എക്സ് നടുക്കല്ലുള്ളത്. എക്സിന്റെ അടുത്തേക്ക് വായ തുറന്നല്ല കിടക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ എന്നാണ് വായിക്കുക. എക്സ് വലുതാണ് ആരെക്കാളും, -3നേക്കാളും. അങ്ങനെ വരുമ്പോ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ ആരാണ്, -2x. അങ്ങനെ വരുമ്പോ നമ്മൾ എടുക്കേണ്ട വാല്യൂ ആരാണ്, -2x ആണ്. അഥവാ ഫംഗ്ഷൻ ആരാണ്, -2x ആണ്. ക്ലിയർ? അപ്പൊ -3 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ -3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ മോഡ് എക്സ് പ്ലസ് 3 ആണ് വരിക. ഈ സൈഡിൽ ഫംഗ്ഷൻ വരിക -2x ആണ്. ഇതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. ക്ലിയർ? ഈ ഫംഗ്ഷനിൽ ഈ -3 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് മാത്രമല്ല, 3 എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്താ ചേഞ്ച് നോക്കിയോ, എക്സിന്റെ വാല്യൂ 3നേക്കാൾ ചെറുതാവുമ്പോൾ, എന്താണ് എക്സിന്റെ വാല്യൂ, ഇതാ ഓക്കെ, എക്സിന്റെ അടുത്തേക്ക് വായ അടച്ചു നിൽക്കുക. അപ്പൊ എക്സ് ലെസ് ദാൻ, എക്സിന്റെ വാല്യൂ 3നേക്കാൾ ചെറുതാവുമ്പോൾ ഫംഗ്ഷൻ ആരാണ്, -2x. ക്ലിയർ? അതേപോലെ ഇവിടെ നോക്കിയേ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, എക്സിന്റെ വാല്യൂ 3നേക്കാൾ കൂടുന്ന സമയത്ത് ആരാ ഫംഗ്ഷൻ, 6x പ്ലസ് 2. ക്ലിയർ? അപ്പോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ 2 സ്ഥലത്ത് അറ്റ് എക്സ് ഈക്വൽ ടു -3യിലും എക്സ് ഈക്വൽ ടു 3യിലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ചെക്ക് ചെയ്യാണ്. ഞാൻ ആദ്യം പറയാണ് അറ്റ് എക്സ് ഈക്വൽ ടു -3 പറയാണ്. അറ്റ് എക്സ് ഈക്വൽ ടു -3. മക്കള് കൂടെ പറഞ്ഞു, ആദ്യം ഞാൻ എന്ത് കണ്ടുപിടിക്കും, LHL കണ്ടുപിടിക്കും. എന്തായിരിക്കും LHL? ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 മുകളിൽ മൈനസ്. ഓക്കെ, മുകളിൽ മൈനസ്. റെഡി ആണല്ലോ? എഫ് ഓഫ് എക്സ് പറഞ്ഞു, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3. ഇനി മുകളിൽ -3 മൈനസ് ഇടേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് ആരാന്ന് കണ്ടുപിടിക്കാം. LHL ആണല്ലോ, എക്സ് ലെസ് ദാൻ വരുന്ന സ്ഥലത്തല്ലേ നമ്മൾ ഫംഗ്ഷൻ എടുക്കേണ്ടത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഇതാ ഈ കണ്ടീഷന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഫംഗ്ഷൻ ആരാ, മോഡ് എക്സ് പ്ലസ് 3. അവിടെ ഞാൻ ഇട്ട് കൊടുക്കും മോഡ് എക്സ് പ്ലസ് 3. എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്തിട്ട് കൊടുക്കും, മോഡ് എക്സ് പ്ലസ് 3. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സ് കാണുന്ന തരത്തിൽ -3 എടുത്താൽ -mod 3 പ്ലസ് 3 എന്താ വരിക, -mod 3 പ്ലസ് 3. എന്താടാ മോഡ് എന്ന് പറഞ്ഞാൽ, മോഡ് -3 എന്ന് പറഞ്ഞാൽ എന്താണോ മോഡിന്റെ ഉള്ളിൽ കയറുന്നത് അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും പുറത്ത് വരുമ്പോൾ അതെന്തായിട്ടും പ്ലസ് ആയിരിക്കും അല്ലെ. അപ്പൊ -mod 3ന്റെ വാല്യൂ എന്താ വരിക, 3 ആണ് വരിക. 3 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര ഉണ്ടാവും, 6 ഉണ്ടാവും. ക്ലിയർ? അപ്പൊ ഇവിടെ LHLന്റെ വാല്യൂ എന്താണ്, 6 ആണ്. ഇതേപോലെ RHL മക്കളെ നിങ്ങൾ കണ്ടുപിടിക്കുക. RHL ഈസ് ഈക്വൽ ടു എന്താ വരിക, ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 പ്ലസ് എഫ് ഓഫ് എക്സ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. -3 പ്ലസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാ കൊടുക്കുക, എക്സിന്റെ വാല്യൂ -3നേക്കാൾ വലുതാകുമ്പോൾ. കണ്ടോ, എക്സ് വലുതാണ്, -3നേക്കാളും വലുതാണ്. അപ്പൊ വരുന്ന ഫംഗ്ഷൻ ആരാണ്, -2x ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്തിട്ട് കൊടുക്കണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം, -2x. എന്താ കൊടുക്കണ്ടേ, -2x എന്ന് ഇട്ട് കൊടുക്കണം. ഇനി എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എക്സിന്റെ വാല്യൂ -3 ആണ്. -2 × -3 ഉത്തരം എന്താ വരിക,
പ്ലസ് 6. ഓക്കെ, ഇവിടെ നോക്കിയേ, LHLന്റെ വാല്യൂ എന്താണ്? 6 ആണ്. RHLന്റെ വാല്യൂ എന്ത് 6 തന്നെയാണ് വരുന്നത്. ക്ലിയർ? ഇവിടെ LHLന്റെ വാല്യൂ അതേപോലെ തന്നെ RHLന്റെ വാല്യൂ എന്ത് തന്നെയാണ് വരുന്നത്? 6 ആണ് വരുന്നത്. അപ്പൊ എനിക്ക് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഇവിടെ LHL is equal to എന്താണ്? RHL ആണ്. ഇവിടെ LHLും RHLും എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ്. ഇവിടെ എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിന്റെ വാല്യൂ എന്ത് ചെയ്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. ക്ലിയർ? ഇനി നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് ആരാന്ന് കണ്ടുപിടിക്കണം. ആരാ എന്റെ എഫ് ഓഫ് എക്സ്? മക്കളെ നോക്കിയേ, ആരാ എന്റെ എഫ് ഓഫ് എക്സ്? എക്സ് ഈക്വൽ ടു വരുമ്പോ ഈ -3ന്റെ രണ്ട് കേസ് ഇത് രണ്ടുമാണ്. അതിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയാണ് വരുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പൊ ഇവിടെ എന്റെ എഫ് ഓഫ് എക്സ് ആരാണ്? മോഡ് എക്സ് അല്ലെ, മോഡ് എക്സ് പ്ലസ് 3 ആണ്. അപ്പൊ എനിക്ക് ഇവിടെ കാണേണ്ട ആരാണ്? എഫ് ഓഫ് -3 ആണ്. -3യിലാണ് ഞാൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ വരിക? മോഡ് -3 പ്ലസ് 3. മക്കളെ പറഞ്ഞോ, മോഡ് -3 എത്രയാ? 3. 3 പ്ലസ് 3 എത്രയാ? 6. പ്രശ്നമുണ്ടോ? LHLന്റെയും RHLന്റെയും വാല്യൂ 6 ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റിന്റെ വാല്യൂ 6 ആണ്. ഫംഗ്ഷൻ മോഡ് എക്സ് പ്ലസ് 3 ആണ്. എഫ് ഓഫ് -3 കണ്ടാലും കിട്ടുന്ന ഉത്തരം എന്താണ്? 6 ആണ്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? അതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് -3. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -3. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആയ -3യില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. ഓക്കെ, എനിക്ക് ഇവിടെ നിർത്താൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? എനിക്കിവിടെ ഒരു പോയിന്റിലല്ല, 2 പോയിന്റിലെ -3 എന്ന് പറയുന്ന പോയിന്റ് കൂടാതെ 3 എന്ന് പറയുന്ന പോയിന്റിലും ഒരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ബ്രേക്ക് സംഭവിച്ച സ്ഥലത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? മക്കളെ ഒന്നുമില്ല, ഞാൻ പറയും അറ്റ് അടുത്തത് കണ്ടുപിടിക്കാൻ പറയും. അറ്റ് എക്സ് ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 3യില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എന്താ വരിക? പറഞ്ഞോ, രണ്ടാമത്തെ പറഞ്ഞോ. LHL. മക്കളെ LHL എന്തായിരിക്കും ഉണ്ടാവുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. പറഞ്ഞോ, ആരായിരിക്കും ഫംഗ്ഷൻ? 3 അല്ലെ? എക്സ് ലെസ് ദാൻ 3. ഇതിന് നേരെ വരുന്ന ഫംഗ്ഷൻ ആരാ? -2x അല്ലെ? ഞാൻ പറഞ്ഞു എക്സിന്റെ വാല്യൂ ചെറുതാണ്, അതാണ് LHLന്റെ എഫ് ഓഫ് എക്സ്. അപ്പൊ ഇവിടെ എക്സ് ലെസ് ദാൻ 3 എന്ന് വരുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ആരാണ്? -2x ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ -2x കൊടുക്കണം. എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് -2x കൊടുക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? -2x അല്ലെ? എന്താണ് വരുന്നത്? -2x ആണ് എന്റെ ഫംഗ്ഷൻ വരുന്നത്. -2x. ക്ലിയർ? അപ്ലൈ ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ഉണ്ടാവുക? -2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും? 6 ഉണ്ടാവും. ക്ലിയർ? RHL വേഗം കണ്ടോ? RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്. മക്കളെ ശ്രദ്ധിക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ 3 ഇവിടെയാണ് വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആളാരാ? 6x + 2. ഓക്കെ, എഫ് ഓഫ് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 6x + 2. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സ് കാണുന്ന തരത്തിൽ 3 ഇട്ട് കൊടുക്കുക. 6 × 3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. മക്കളെ നോക്കടാ, LHL 6 ആണ്, RHL 20 ആണ്. ഈക്വൽ ആണോ? അല്ല. LHL നോട്ട് ഈക്വൽ ടു RHL. LHL ഉം RHL ഉം എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെ? ലിമിറ്റ് എന്താണ്? ഇവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ലെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കോ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റില് ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പൊ എക്സ് ഈക്വൽ ടു -3 എന്ന് പറയുന്ന പോയിന്റില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. മക്കളെ, ഈ ചോദ്യമാണ്, ഇങ്ങനെ ഒരു ടൈപ്പ് ചോദ്യമാണ് നിങ്ങൾക്ക് വരാൻ 90% സാധ്യത. ഓക്കെ,
ആ കണ്ടിന്യൂറ്റിയിൽ ഒരു ചോദ്യം ഇതായിരിക്കും, ഈ ടൈപ്പ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഈ 3 വെച്ചിട്ടുള്ള ചോദ്യമാണ് അധികവും നമ്മുടെ ഓണപരീക്ഷകളിലൊക്കെ കാണാറുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊന്നുമില്ല, നമ്മൾ 2 വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഒരൊറ്റ ബ്രേക്കിംഗ് പോയിന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 തവണ ചെയ്യണം, 2 പോയിന്റിൽ കാണണം എന്നല്ലാതെ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ക്ലിയർ? അപ്പൊ ഇതാണ് ഇതുവരെ ചെയ്തതാണ് നമ്മുടെ 2ാമത്തെ ടൈപ്പ്. ക്ലിയർ? അപ്പൊ ഈ 2 ടൈപ്പും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് പോവാം. മക്കളെ നോക്കാം, ഇവിടെ നോക്കാം. ഇത് ഉറപ്പായിട്ടും ഉണ്ടാവും, ഈ ഒരു ക്വസ്റ്റ്യനും ഉറപ്പായിട്ടും ഉണ്ടാവും. ക്ലിയർ? ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. മക്കളെ ശ്രദ്ധിക്കുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ്. ഓക്കെ, അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഓൾറെഡി തന്നു. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കെന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഓക്കെ, മാർച്ച് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മക്കളെ പറഞ്ഞോ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെയാ നമ്മൾ ചെക്ക് ചെയ്യാം? ലിമിറ്റ് കണ്ടുപിടിക്കും, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും അല്ലെ? ഇത് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കെ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ പോലെ തന്നെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ എന്തൊക്കെയാണോ സ്റ്റെപ്പ് ചെയ്യുന്നത്, ഞാൻ അതേപോലെ തന്നെ ചെയ്യാണ്. ഞാൻ പറയാണ്, അറ്റ് എക്സ് ഈക്വൽ ടു 5 ഇവിടെയാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ്. അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ മക്കളെ നിങ്ങൾക്കറിയാം, അവിടുത്തെ LHLന്റെയും RHLന്റെയും വാല്യൂ ഈക്വൽ ആവണ്ടേ? ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? LHL കണ്ടുപിടിക്കുകയാണ്. നമുക്കത് കളർ മാറ്റാം അല്ലെ? ഓക്കെ, LHL കണ്ടുപിടിക്കുകയാണ്. LHL എന്താണ്? LHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്. ക്ലിയർ? ഓക്കെ, എവിടെയാ എക്സ് ലെസ് ദാൻ എവിടെയാ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാ? എഴുതിക്കോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് ആരാണ്? കെ എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് 5 ഇട്ട് കൊടുത്താൽ k into 5 plus 1 that is equal to 5k plus 1 എന്ന് വരും. LHL എന്താ വരിക? 5k plus 1. ഒന്നും നോക്കണ്ട, അടുത്ത ചെയ്യാം. RHL കണ്ടുപിടിക്കുക. RHL എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്. 5 മൈനസ് എഫ് ഓഫ് എക്സ് പറഞ്ഞോ, എക്സ് 5 പ്ലസ് 5 പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ അല്ലെ? എക്സ് ഗ്രേറ്റർ ദാൻ ഇവിടെയാണ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ആരാണ്? 3x മൈനസ് 5 ആണ്. ഞാൻ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ആരിട്ട് കൊടുക്കണം? 3x മൈനസ് 5 അല്ലെ? അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 3x മൈനസ് 5. 3x മൈനസ് 5. എക്സിന് 5 ഇട്ട് കൊടുത്താൽ 3 into 5 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. RHLന്റെ വാല്യൂ എന്താണ്? 10. മക്കളെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അറ്റ് എക്സ് ഈക്വൽ ടു 5 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എക്സ് ഈക്വൽ ടു 5 എന്താണ്? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ LHLും RHLും ഉറപ്പായിട്ടും ഈക്വൽ ആവണ്ടേ? ഞാൻ എഴുതി, സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് LHL മസ്റ്റ് ബി ഈക്വൽ ടു എന്താണ്? RHL. അതായത് ലിമിറ്റ് അവിടെ ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്റെ LHL ആരായിരുന്നു? 5k plus 1 that is equal to RHL ആരാണ് എനിക്ക് കിട്ടിയത്? 10 എന്നാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് എന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്താ ചെയ്യേണ്ടത്? 5k അവിടെ തന്നെ വെക്കുക, പ്ലസ് 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അല്ലെ, ഈക്വലിന്റെ ഈ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോ പ്ലസ് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക? 10 മൈനസ് 1 ദാറ്റ് ഈസ് 5k is equal to 9 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ kന്റെ വാല്യൂ എന്താ? 9/5. എന്താ വരിക? kന്റെ വാല്യൂ എന്താണ്? 9/5 എന്നാണ് ആൻസർ വരിക. ക്ലിയർ? ഇതേപോലെ ഈ kന്റെ വാല്യൂ കാണുക, അല്ലെങ്കിൽ എ ബി ഇവരുടെ വാല്യൂ കാണുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഭാഗത്ത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന കേസ് മാത്രമേ ഉള്ളൂ. സോൾവ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റെഡി? അപ്പോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ച് വെക്കുക. ഇത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏറ്റവും അവസാനം മാർച്ച് 2024 ചോദിച്ചത്. നമ്മളെ NCERT-യിലും ഇതേപോലെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ നിങ്ങളോട് പറയാണ്,
ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഇവിടെ 2 പോയിന്റ് വരുന്നുണ്ട്. വീണ്ടും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്റെയും ബിന്റെയും വാല്യൂ ആണ്. ഓക്കെ, ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. ഫൈൻഡ്, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് എ ആൻഡ് ബി ആണ് കേട്ടോ. എയും ബിയും ഇവിടെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മക്കളെ ഇവിടെ നോക്കിയേ, എന്താ കണ്ടീഷൻ തന്നു നോക്കി. കണ്ടീഷൻ എന്താ തന്നത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലെ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഫംഗ്ഷൻ ആരാണ്? 10 ആണ്. 10. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ, എക്സിന്റെ അടുത്തേക്ക് വായ തുറന്നു വെക്കുക. അപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ അല്ലെ 3, എക്സ് ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 3നേക്കാൾ വലുതാണ് എക്സ്. അപ്പൊ കണ്ടീഷൻ എന്താണ്? ഫംഗ്ഷൻ ആരാണ്? എ എക്സ് പ്ലസ് ബി ആണ്. അതേപോലെ രണ്ടാമത്തെ പോയിന്റ് ആണ് 4. എക്സ് ലെസ് ദാൻ 4 വരുമ്പോ എ എക്സ് പ്ലസ് ബി ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വരുമ്പോ ഫംഗ്ഷൻ 20 ആണ്. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും കാണും. ഞാൻ പറയാണ്, ആദ്യത്തെ പോയിന്റ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എൽ എച്ച് എൽ കാണാണ്. എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് ലെസ് ദാൻ 3 വരുന്ന സ്ഥലത്ത് ഫംഗ്ഷൻ 10 ആണ്. മക്കളെ, കഴിഞ്ഞ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് ഒന്നും ഇല്ലാത്തൊരു ടേം, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടേം ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ് ടെൻസ് ടു 3 എന്നല്ലേ പറയുന്നത്. ഈ 3 അപ്ലൈ ചെയ്യാൻ ഒരു എക്സ് ഇവിടെ ഉണ്ടോ? ഇല്ല. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, ആ കോൺസ്റ്റന്റ് എന്താണോ അത് അതേപോലെ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ എൽ എച്ച് എല്ലിന്റെ വാല്യൂ എന്താണ്? 10 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതേപോലെ ആർ എച്ച് എൽ കണ്ടുപിടിക്കാം. ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. എഫ് ഓഫ് എക്സ് ആരാ? എക്സ് ഗ്രേറ്റർ ദാൻ, എക്സിന്റെ അടുത്തേക്ക് വായ തുറന്നു നിൽക്കുമ്പോൾ ഫംഗ്ഷൻ ആരാണ്? എ എക്സ് പ്ലസ് ബി ആണ്. എ എക്സ് പ്ലസ് ബി. മക്കളെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സ് കാണുന്ന ഇടത്തിൽ 3 ഇട്ട് കൊടുത്താൽ 3a പ്ലസ് ബി എന്ന് വരും. എന്താ വരിക? 3a പ്ലസ് ബി. ക്ലിയർ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. ഈ മൊത്തം ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലെ. അതായത് എക്സ് ലെസ് ദാൻ 3യിലും ഗ്രേറ്റർ ദാൻ 3യിലും 3 എന്ന് പറഞ്ഞ പോയിന്റിലും 4 എന്ന് പറയുന്ന പോയിന്റിലും ഒക്കെ എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കണ്ടുപിടിച്ച എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആവണല്ലോ. അപ്പൊ എനിക്ക് എന്ത് പറയാം? ഇവിടെ എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു എന്താണ്? ആർ എച്ച് എൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ എൽ എച്ച് എൽ ആരാ? എൽ എച്ച് എൽ 10 ആണ്. ആർ എച്ച് എൽ എന്താണ്? 3a പ്ലസ് ബി ആണ്. അപ്പൊ ഞാൻ അതൊന്ന് തിരിച്ചു ചെയ്താണ്. ആർ എച്ച് എൽ 3a പ്ലസ് ബി ആണ്. എൽ എച്ച് എൽ ആരാണ്? 10 ആണ്. ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. കാരണം എന്താ? അവിടെ എയും ബിയും ഉണ്ട്. അവിടെ ഒരിക്കലും ഒറ്റയടിക്ക് നമുക്ക് എന്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അടുത്തത് പറയാ അറ്റ് എക്സ് ഈക്വൽ ടു, രണ്ടാമത്തെ പോയിന്റ് ഏതാ നോക്കിയേ? 4 ആണ് അല്ലെ. അറ്റ് എക്സ് ഈക്വൽ ടു 4ൽ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാണ്. വീണ്ടും പറഞ്ഞു എൽ എച്ച് എൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4. എഫ് ഓഫ് എക്സ് ആരാ? എക്സ് ലെസ് ദാൻ 4 അല്ലെ. എക്സ് നോക്കിയേ, എക്സ് ലെസ് ദാൻ 4 വരുമ്പോൾ കണ്ടീഷൻ ആരാണ്? എ എക്സ് പ്ലസ് ബി ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്തിട്ട് കൊടുക്കും? എ എക്സ് പ്ലസ് ബി എന്നിട്ട് കൊടുക്കും. എക്സിന് 4 ഇട്ട് കൊടുത്താൽ 4a പ്ലസ് ബി എന്ന് വരും. അതേപോലെ ഞാൻ ആർ എച്ച് എൽ കണ്ടുപിടിക്കും. ആർ എച്ച് എൽ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4. എഫ് ഓഫ് എക്സ് ആരാ? എക്സ് ഗ്രേറ്റർ ദാൻ 4 വരുമ്പോൾ എഫ് ഓഫ് എക്സ് 20 ആണ്. ഇവിടെ ഇട്ട് കൊടുക്കാൻ എക്സിന്, എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടോ? ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും ഉണ്ടാവുക? 20 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും എന്താണ്? എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു എന്താണ്? ആർ എച്ച് എൽ ആണ്. എന്റെ എൽ എച്ച് എൽ 4a പ്ലസ് ബി ആണ്. അപ്പൊ 4a പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 20 എന്ന് കിട്ടും. ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ക്ലിയർ? അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ നമ്പർ 1 ഇവിടെ കിട്ടി. ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി നിങ്ങൾ എന്റെയും ബിന്റെയും വാല്യൂ കാണാൻ ഒന്നും ചെയ്യണ്ട. ഇത് രണ്ടും സോൾവ് ചെയ്താൽ മതി. സോൾവ് അല്ലെ. സോൾവ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 അല്ലെ. അപ്പൊ ഇതിൽ നോക്കിയേ, വാല്യൂ വലുത് വരുന്നത് ഇവിടെ 20 അല്ലെ. ഇവിടെ 10 ആ വരുന്നത്. അപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 2നെ ഞാൻ ആദ്യം എഴുതി കേട്ടോ. അപ്പൊ ഏതാ വരിക? 4a പ്ലസ് ബി is equal to 20. രണ്ടാമത്തെ ആളാരാ? 3a പ്ലസ് ബി അല്ലെ. 3a പ്ലസ് ബി is equal to 10. ഓക്കെ, എടാ നിങ്ങൾക്ക് ഇവിടെ എന്റെയോ ബിന്റെയോ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എനെയോ അല്ലെങ്കിൽ ബിനെയോ നിങ്ങൾ ഇല്ലാണ്ടാക്കണം. ഇല്ലാണ്ടാക്കുക വെച്ചാൽ മൈനസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈക്വൽ ടു ബിന്റെ വാല്യൂ 0 ആക്കുക, അല്ലെങ്കിൽ എന്റെ വാല്യൂ 0 ആക്കുക.
അപ്പോൾ ഒരാൾ മാത്രം ബാക്കിയാവും, അയാളുടെ വാല്യൂ നമുക്ക് കിട്ടും. അതാണ് മെത്തേഡ്. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് ഒരാളെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എളുപ്പം എന്താ വെച്ചാൽ ബി ആണ്. കാരണം എന്താ, ഇവിടെ എന്ന് പറയുന്ന ഒരു ബി ആണ്, ഇവിടെ ഒരു ബി ആണ്. ഈ ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്തുനിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുകയാണെങ്കിൽ ബി മൈനസ് ബി എന്തായി മാറും, 0 ആയി പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കണ്ടീഷൻ ചെയ്യാണ്, ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്തുനിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ മൈനസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്ത കാര്യം എന്താണ്, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ആണ് ചെയ്യുന്നത്. ക്ലിയർ? ചെയ്യുമ്പോൾ നോക്കിയേ, 4a എന്ന് 3a പോയാൽ ഒരു എ, 4a എന്ന് 3a പോയാൽ ബാക്കി 1a വെച്ചാൽ എ. ഓക്കെ, ബി എന്ന് ബി പോയാൽ എന്താ ഉണ്ടാവുക, 0 ആണ്. 20 മൈനസ് 10 എത്ര ഉണ്ടാവും, 10 ഉണ്ടാവും. ആൻസർ എന്താ, എ ഇസ് ഈക്വൽ ടു എന്താണ്, 10 എന്ന് കിട്ടി. എന്റെ വാല്യൂ എത്രയാണ്, 10. ഇനി ബി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ എ ഇസ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന വാല്യൂ ഇതിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ ഏതിനാ കൊടുക്കുക, ഇക്വേഷൻ 2 കൊടുക്കുക അല്ലെ. ഇൻ ഇക്വേഷൻ 2 ഞാൻ അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇക്വേഷൻ 2 ഞാൻ എന്ത് ചെയ്യാണ്, ഈ 3 അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക, 4 ഇൻറ്റു എന്റെ സ്ഥാനത്ത് ആരാണ്, 10. എന്റെ വാല്യൂ നമുക്ക് കിട്ടി 10. അപ്പൊ 4a പ്ലസ് ബി എന്നുള്ളതിന് പകരം 4 ഇൻറ്റു 10 പ്ലസ് ബി സിക്കൽ ടു 20. ദാറ്റ് ഈസ് 40 പ്ലസ് ബി സിക്കൽ ടു 20. അങ്ങനെയാണ് ബി സിക്കൽ ടു ഉണ്ടാവും 20 മൈനസ് 40 അല്ലെ. എന്താണ്ടാവുക, 20 മൈനസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും, -20 എന്ന് കിട്ടും. ബിന്റെ വാല്യൂ എന്തായിരിക്കും ഉണ്ടാവുക, -20 ആയിരിക്കും. 20 എന്ന് 40 മൈനസ് ചെയ്താൽ എന്താ ഉണ്ടാവുക, -20 എന്ന് പറഞ്ഞു കിട്ടും. ക്ലിയർ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ്. എന്റെ വാല്യൂ 10, അതേപോലെ ബിന്റെ വാല്യൂ എന്താണ്, -20. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിങ്ങൾ LHL-ഉം RHL-ഉം കണ്ടുപിടിക്കുക, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു ചെയ്താൽ. ഇവിടെ ഇതേപോലെ രണ്ടെണ്ണാണ് കാണണമെങ്കിൽ, എയും ബിയും എന്ന് പറയുന്ന രണ്ടാളുകളെ, രണ്ട് വേരിയബിളുകളെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഇതേപോലെ രണ്ട് ഇക്വേഷനുകൾ കിട്ടിയിട്ട് അത് സോൾവ് ചെയ്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഓക്കെ, ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. റെഡി ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ അടുത്തത് കോമ്പോസിറ്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയിട്ട് കൃത്യമായിട്ടൊന്ന് കാണാം. എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, കണ്ടിന്യൂറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നോട്ട് ഇതാണ്. ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നിങ്ങളോട് പറയാണ്, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് എഫ് ആണ്, മറ്റേ ആള് ജി ആണ്. ഈ എഫും ജിയും എന്താണ്, ഇവനും കണ്ടിന്യൂസ് ആണ്, ഇവനും എന്തിനാണ്, കണ്ടിന്യൂസ് ആണ്. ഈ രണ്ടാൾക്കാർ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ, എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും തന്നെയായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കണ്ടാൽ അവരും ആ കിട്ടിയ ആൾക്കാരും എന്തിനായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ? ഇതാണ് പോയിന്റ്, ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അതിനു മുമ്പേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എന്താണ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ, എഫ് കോമ്പോസിഷൻ ജിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എന്താണ് എഫ് കോമ്പോസിഷൻ ജി, എന്താണ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. അതേപോലെ ഓർത്ത് വെക്കുക, ആരാണ് ജി കോമ്പോസിഷൻ എഫ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ജി കോമ്പോസിഷൻ എഫ്. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എഫ് കോമ്പോസിഷൻ ജി എന്താണ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ എഫ് എന്താണ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, ഇവൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ക്ലിയർ? നോക്കുക, ശ്രദ്ധിക്കാം. ഇതില് നിങ്ങൾക്ക് തന്നതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, കോസ് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് എന്താണ്, കോസ് എക്സ് സ്ക്വയർ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ തന്നത് കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ആൾ എന്താണ്, ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. എന്താ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ കയറിയിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇതിന് ശരിക്കും നമ്മൾ വായിക്കുക കോസ് എക്സ് എന്നല്ലേ. ശരിക്കും നമ്മളിത് എക്സ് സ്ക്വയർ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ വായിക്കുക കോസ് എക്സ് എന്നാണല്ലോ. ഇവിടെ ഈ കോസ് എക്സിലെ എക്സിന്റെ സ്ഥാനത്ത് മറ്റൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ പേരാണ് എക്സ് സ്ക്വയർ. ആ ഫംഗ്ഷൻ കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷനെ നമ്മൾ എന്താ വിളിക്കുക, കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ രണ്ട് ഫംഗ്ഷനുകളാക്കി എഴുതാണ്. ഞാൻ പറയാണ് ഇഫ് h of x equal to cos x. എന്താണ് h of x? എന്താണ് cos x ആണ്. ഞാൻ അടുത്ത പറയാണ് g of x equal to x square. ക്ലിയർ? ഇവിടെ ക്ലിയർ ആണ്. h of x എന്താണ്? cos x ആണ്. അതേപോലെ g of x എന്താണ്? x square ആണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനുകളും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ g of x എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, g of x എനിക്ക് x സ്ക്വയർ അല്ലേ കിട്ടിയത്? ഈ x സ്ക്വയർ എന്ന് പറഞ്ഞ പോളിനോമിയൽ ആണല്ലോ. അതേപോലെ ഞങ്ങളോട് പറഞ്ഞു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലും അതെന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ h of x എന്ന് പറഞ്ഞാൽ cos x അല്ലെ? ആ cos x ഉറപ്പായിട്ടും sin x ഉം cos x ഉം tan x ഉം കണ്ടിന്യൂസ് ആണ് അല്ലെ? അപ്പൊ cos x എന്ത് തന്നെയാണ്? കണ്ടിന്യൂസ് ആണ്. അതായത് എന്റെ h of x ഉം g of x ഉം എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഞാൻ അത് ഇവിടെ ഇതാണ് ഹിയർ h of x and g of x are കണ്ടിന്യൂസ് കേട്ടോ. ഇവർ രണ്ടുപേരും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഞാനൊന്ന് h കോമ്പോസിഷൻ g കാണാണ്. എന്താ കാണുന്നത്? h കോമ്പോസിഷൻ g കേട്ടോ. എന്താ കണ്ടുപിടിക്കുന്നത്? h കോമ്പോസിഷൻ g. എന്താ h കോമ്പോസിഷൻ g? മക്കൾ ഇവിടെ നോക്കിയേ, f കോമ്പോസിഷൻ g എന്ന് പറഞ്ഞാൽ എന്താ? f of g of x ആണ്. ഈ f ആദ്യം എഴുതാ, രണ്ടാമത് പറയുന്ന ഫംഗ്ഷൻ ഉള്ളിൽ എഴുതാ അല്ലെ? അതേപോലെ ഇവിടെ പറയുകയാണെങ്കിൽ h കോമ്പോസിഷൻ g എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? h of g of x ആയിരിക്കും. എന്തായിരിക്കും? h of g of x ആയിരിക്കും. ഞാൻ ഇതാണ് h of ആരാ എന്റെ g of x? ഇവിടെ ശ്രദ്ധിക്കുക, g of x ആരാണ്? x സ്ക്വയർ ആണ്. ഞാൻ ആ g of x ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കും? x സ്ക്വയർ എന്നിട്ട് കൊടുക്കും. ക്ലിയർ? ഇനി h of x ആരാണ്? cos x ആണ്. അപ്പോ എനിക്കിവിടെ കാണുന്നത് h of x സ്ക്വയർ ആണ് അല്ലെ? എനിക്ക് കാണുന്നത് എന്താണ്? h of x സ്ക്വയർ ആണ്. h of x ആണെങ്കിൽ നമുക്ക് എന്താ അറിയാം? cos x ആണ്. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം h of x ആരാണെന്ന് നോക്കാം. h of x ആരാണ്? cos x ആണ്. അത് ഏതാ? cos x അല്ലെ? h of x ആണെങ്കിൽ cos x. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, h of x സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും? ഒന്നുമില്ല. എന്താണോ ഇതിന്റെ ഉള്ളിലുള്ളത് അത് ഈ ഫംഗ്ഷനിലെ എക്സിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഇട്ട് കൊടുത്താൽ എന്താ വരിക? കോസ് എക്സ് സ്ക്വയർ എന്ന് വരും. എന്താ വരിക? കോസ് എക്സ് സ്ക്വയർ. മക്കളെ നോക്കിയേ, ആരായിരുന്നു ഈ കോസ് എക്സ് സ്ക്വയർ? നിങ്ങൾ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ആണ് ആര്? കോസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എച്ച് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ എച്ച് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ എച്ച് കോമ്പോസിഷൻ ജി ഉറപ്പായിട്ട് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഞാൻ എച്ച് കോമ്പോസിഷൻ ജി കണ്ടപ്പോ എനിക്ക് അവസാനം കിട്ടിയത് ആര്യ? കോസ് എക്സ് സ്ക്വയർ. അതായത് എഫ് ഓഫ് എക്സ് അല്ലേ? ഈ കോസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പൊ ഞാൻ എച്ച് കോമ്പോസിഷൻ ജി കണ്ടപ്പോ എനിക്ക് കിട്ടിയ ആളാരാണ്? എഫ് ഓഫ് എക്സ് ആണ്. എച്ച് കോമ്പോസിഷൻ ജി കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതേ ആള് തന്നെയാണ് എഫ് ഓഫ് എക്സ്. അപ്പൊ എച്ച് കോമ്പോസിഷൻ ജി കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് തന്നെയാണ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ദാറ്റ് ഈസ്, അതായത് എച്ച് കോമ്പോസിഷൻ ജി ഈസ് കണ്ടിന്യൂസ്. അതിന് കാരണം എന്താ? അതാണ് നമ്മൾ ഇവിടെ നോട്ടായിട്ട് പഠിച്ചത്. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി കണ്ടാലും ജി കോമ്പോസിഷൻ എഫ് കണ്ടാലും അത് രണ്ടും തന്നെയായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എച്ച് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടു, അത് രണ്ടും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും എച്ച് കോമ്പോസിഷൻ ജി എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് എച്ച് കോമ്പോസിഷൻ ജി കണ്ടിന്യൂസ് ആണെങ്കിൽ എച്ച് കോമ്പോസിഷൻ ജിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എന്താ കിട്ടിയേ? എഫ് ഓഫ് എക്സ് എന്നാ കിട്ടിയേ. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഉറപ്പായിട്ട് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എച്ച് കോമ്പോസിഷൻ ജി കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ഇപ്പൊ കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. ഇതിപ്പോ കോസ് എക്സ് സ്ക്വയർ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ സൈൻ മോഡ് എക്സ് എന്ന് വരാം. ഓക്കെ, അപ്പൊ ഇവിടേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യത്തെ ഫംഗ്ഷൻ നിങ്ങൾ എച്ച് ഓഫ് എക്സ് ആക്കിയിട്ടും രണ്ടാമത്തെ ഉള്ളിൽ കയറി കിടക്കുന്ന ആളെ ജി ഓഫ് എക്സ് ആക്കിയിട്ടും എടുക്കാം.
ക്ലിയർ? അത്ര മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ കൊണ്ടുവച്ച് അവസാനിപ്പിക്കുക. ക്ലിയർ? ഇതും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്, ഓണപരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്ററിലെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഈ വീഡിയോ നമ്മുടെ ഒന്നാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് ഡിഫറൻഷ്യബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും, അവിടെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അവിടുന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ കൺസെപ്റ്റും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.